ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ഏതാണെന്നറിയാമോ? ബ്രഹ്മപുത്രയാണത്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ചൈനയിൽ ഇതറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. ഇന്ത്യയിൽ സിയാങ്, ദിഹാങ്, ബ്രഹ്മപുത്ര എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ഇതിന് ജമുന എന്നാണ് അറിയപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറൻ ടിബറ്റിൽ മാനസരോവർ തടാകത്തിന് സമീപം കൈലാസപർവ്വതത്തിൽ ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്ന ബ്രഹ്മപുത്ര നദിയുടെ ആകെ നീളം 2900 കിലോമീറ്ററാണ്. ഇന്ത്യയിലൂടെ ഏകദേശം 725 കിലോമീറ്റർ ദൂരം ബ്രഹ്മപുത്ര നദി ഒഴുകുന്നുണ്ട്. ചുവന്ന നദി, അസമിൻ്റെ ദുഃഖം, അസമിൻ്റെ ജീവരേഖ എന്നിങ്ങനെയൊക്കെ ഈ നദി അറിയപ്പെടുന്നു. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണിത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന സ്ഥലത്താണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ബരേലി, ബേർ, സുബൻസിരി, കമങ്, മനാസ്, ചാമ്പമതി, സരൾ, ഭാംഗ, സംഗോഷ്നോവ, ദിഹിങ്, ബുരുദിഹിങ്, ഝാൻസി, ദിസാങ്, ധൻസിരി തുടങ്ങിയവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. ടിബറ്റിൽ ഉത്ഭവിച്ച് ഇന്ത്യയിൽ വെച്ച് ബ്രഹ്മപുത്രയിൽ ചേരുന്ന നദിയാണ് സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയും സുബൻസിരിയാണ്.